ഹലോ, നമസ്കാരം. എൻ്റെ പേര് കരിവേലിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, KS പ്രശാന്തൻ. മൈസൂർ ഫ്ലൈയിങ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഹായ് ഓൾ, വെൽക്കം ടു നമ്മുടെ സ്വന്തം എജുബി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ മുന്നേ കണ്ടതുപോലെ സലീം കുമാർ എന്ത് ചെയ്യുന്നുണ്ട്, എയർപോർട്ട് അതോറിറ്റിക്കകത്തിരുന്നിട്ട് ഒരു ബെഞ്ചിലിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന ഈ പറഞ്ഞ പ്ലെയിനിനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, അതായത് എയർ ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്. സെയിം പോസ്റ്റ് തന്നെയാണ് ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ പറഞ്ഞ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻ എയർ ട്രാഫിക് എന്നൊരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷത്തിന് പുറത്ത് സാലറി കിട്ടുന്ന ഒരു അടിപൊളി ജോബാണ് ഈ പറഞ്ഞ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ അവർ വേക്കൻസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 309 വേക്കൻസികളാണ് ഇവിടെ ടോട്ടലായിട്ടുള്ളത്. അതിനകത്ത് UR ജനറൽ കാറ്റഗറിക്കാർക്ക് 125, EWS 30, OBC 72, SC 55, ST 27 വേക്കൻസികളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വരുമ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. BSc ബാച്ചിലർ ഇൻ സയൻസ് എടുത്ത് പഠിച്ച കുട്ടികളായിരിക്കണം നമ്പർ 1 ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത്. BScക്കകത്ത് ഫിസിക്സും മാത്സും ഒരു സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറായിട്ട് എടുത്ത് പഠിച്ച് ആർക്ക് വേണോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 ഓർ നമുക്ക് ഈ പറഞ്ഞ എൻജിനീയറിംഗ് ഇൻ എനി ഡിസിപ്പിൾ, അതായത് ഫസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BSc ആണ്. BScക്കകത്ത് ഏത് BSc ആയാലും കുഴപ്പമില്ല, പക്ഷേ മാത്സും ഫിസിക്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത് പറയുന്നത് എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്പിൾ, അതായത് ഏത് എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആവട്ടെ, ഇലക്ട്രോണിക്സ് ആവട്ടെ, മെക്കാനിക്കൽ ആവട്ടെ, സിവിൽ ആവട്ടെ, ഏത് എഞ്ചിനീയറിംഗ് ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അവരൊരു ചെറിയ കണ്ടീഷൻ പറയുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞ കരിക്കുലത്തിനകത്ത് ഫിസിക്സും മാത്സും ഒരു പേപ്പറായിട്ട് എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ എല്ലാ കുട്ടികളും ഈ പറഞ്ഞ ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചിട്ടാണ്. ഇപ്പം എഞ്ചിനീയറിംഗ് കുട്ടികളൊക്കെ S1 S2 തന്നെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. അപ്പോൾ 2 ക്വാളിഫിക്കേഷൻ BSc എടുത്ത് ബാച്ചിലർ ഇൻ സയൻസ് എടുത്ത ആൾക്കാർക്കും ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് എടുത്ത ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് അവർ പറയുന്നത് കാൻഡിഡേറ്റ് ഷാൽ ബി മിനിമം ഇപ്പോൾ വായിക്കാനും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനുള്ള ചെറിയൊരു അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 10th +2 സ്റ്റാൻഡേർഡ് ലെവലിലാണ്. പിന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ 10ലോ +2ലോ ഇംഗ്ലീഷ് ഒരു പേപ്പറായിട്ട് എടുത്ത് പാസ്സായിരിക്കണം. അതിപ്പോൾ എല്ലാ കുട്ടികളും, കേരളത്തിലുള്ള എല്ലാ കുട്ടികളും പഠിക്കുന്നത് തന്നെയാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് 10ലോ +2ലോ ഒക്കെ. അതുകൊണ്ട് അതും നോക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും ശ്രദ്ധിക്കുക, BScയും എഞ്ചിനീയറിംഗ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അടുത്ത ഈ നോട്ടിഫിക്കേഷനകത്ത് ഇനി നമുക്കിതിൻ്റെ ഏജിലേക്ക് വരാം. എത്രയാണ് ഏജ് എന്ന് പറഞ്ഞാൽ 27 വയസ്സാണ് ഇവിടുത്തെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. അപ്പർ ലിമിറ്റാണ് 27 വയസ്സാണ്. ഡേറ്റ് പറയുന്നത് 24/5/2025 27 വയസ്സിന് താഴെയുള്ള ആർക്ക് വേണോ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി റിലാക്സേഷൻ ഉണ്ട്. SC/STക്കാർക്ക് 5 വർഷം, ഇനി OBCക്കാർക്ക് 3 വർഷം, PWD പറഞ്ഞാണെങ്കിൽ 10 വർഷം അവർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. ഇനി അടുത്ത് വരുന്നത് നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റുകൾ 25/4/25 ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആവുക. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് 24/5, അതായത് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 9-നാണ്, ഏപ്രിൽ 8-നാണ്. അപ്പോൾ ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ട് ഈ പറഞ്ഞ അപ്ലൈ ചെയ്യാൻ വേണ്ടി. 25-നേ ഇത് ഓപ്പൺ ആവുള്ളൂ. അടുത്ത മാസം മെയ് 24 ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. ഓക്കെ, അടുത്ത് നോക്കാം. ഇനി വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാലറി പാക്കേജാണ് ഈ എയർപോർട്ട് അതോറിറ്റിയിലുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ ഇപ്പം ഈവൻ ഗ്രൗണ്ട് സ്റ്റാഫുകൾക്ക് പോലും നല്ല രീതിയിൽ സാലറി കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ എയർപോർട്ട് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് പേ തന്നെ ഏകദേശം 40,000-ന് മുകളിൽ വരുന്നുണ്ട്. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് CTC ഒരു ആനുവൽ ഒരു വർഷം 13 ലക്ഷമാണ് അവർ CTC ഒക്കെ വെച്ചത്. അതായത് 1 ലക്ഷത്തിന് മുകളിലാണ് ഈ പറഞ്ഞ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടാം. ഓക്കെ,
ഇനി ഈ ഒരു എക്സാമിൻ്റെ സിലബസ് അതുപോലെ തന്നെ എക്സാം ഏതൊക്കെ രീതിയിലാണ് നടത്തുന്നത് ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതായത് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാൻഡിഡേറ്റിനെ അവരെന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ടെസ്റ്റ്, ഇപ്പോൾ നല്ല വോയിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മേ ബി ഒരു പ്രയോറിറ്റി കിട്ടിയേക്കാം, വോയിസ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടെസ്റ്റ്, അതായത് നിങ്ങൾ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ ഈ സൈക്കോ ആക്റ്റീവ് ടെസ്റ്റിൽ പരാജയപ്പെടും, എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഓക്കെ, അടുത്ത് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, ഫിസിക്കൽ, മെഡിക്കൽ, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, നിങ്ങളുടെ PC സർട്ടിഫിക്കറ്റ്, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അവരെന്ത് ചെയ്യും, പരിശോധിക്കുമെന്നാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. മെയിൻലി ഒരു ടെസ്റ്റ് ഉണ്ടാവും, ഒരു CBT ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വോയിസ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സൈക്കോ ആക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഉണ്ടാവും. ഓക്കെ, ഇത്രയേ പറയുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മെഡിക്കൽ, ഫിസിക്കൽ കാര്യങ്ങൾ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കിട്ടാൻ മുന്നേ ഒരു PC വെരിഫിക്കേഷൻ, ഒരു പോലീസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റിലേക്ക് എലിജിബിൾ ആവും. പിന്നെ ഇതിൻ്റെ സിലബസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 റീസണിങ് ഇതിനകത്തൊരു പേപ്പറാണ്. പിന്നെ ഈ പറഞ്ഞ തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇതിനകത്തൊരു പേപ്പറാണ്. പിന്നെ ഈ പറഞ്ഞ 4th ടെസ്റ്റ് GS ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് SSC, ബാങ്ക്, ഈവൻ റെയിൽവേ പഠിക്കുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോസ്റ്റ് നമുക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് അഡീഷണലായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഫിസിക്സ് ആണ്. ഫിസിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ മാത്സിന് അവർ സെപ്പറേറ്റ് ഒരു പാർട്ട് B എന്ന് പറഞ്ഞൊരു പേപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ SSC അല്ലെങ്കിൽ റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അഡീഷണലായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ പറഞ്ഞ ഫിസിക്സും പിന്നെ കുറച്ച് മാത്സിൻ്റെ ഡിഗ്രി ലെവലിലോട്ടും കൂടെ ചിലവ് പോവേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡീഷണലായിട്ട് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇത് ഇപ്പോൾ ബാങ്ക്, റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതും കൂടെ അഡീഷണലായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, അടുത്തോട്ട് പോവാം. നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈ പറഞ്ഞ സൈക്കോ ആക്റ്റീവ് ഡ്രഗ് ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ PSC അങ്ങനെ ഒരു നിയമം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എയർപോർട്ട് അതോറിറ്റിക്ക് അത് കൊണ്ടുവന്ന് തുടങ്ങി. ഈ സൈക്കോ ആക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം വരെ നമ്മൾ ഡ്രഗ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നമ്മളതിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടത്തില്ല. സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവീത് ആ പ്രവൃത്തികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് ജോലി ആണ് മുഖ്യമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് കാനബീസ്, അതുപോലെ തന്നെ കൊക്കൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സൈക്കോ ആക്റ്റീവ് ടെസ്റ്റിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ, അടുത്തിലോട്ട് പോകും. പിന്നെ നമ്മുടെ കുട്ടികൾ കാണിക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവർ ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കും. അത് ഈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് നിബന്ധനകൾ ഇവർ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാതെ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ റിജക്ഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ട് റിജക്റ്റ് ആയി പോകുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഈ പറഞ്ഞ ഗ്രൂപ്പ് D, NDPCയിലൊക്കെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ കുട്ടികളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ സിഗ്നേച്ചർ ഇമേജ് നമ്മൾ ഒപ്പിട്ടതിന് ശേഷം, ഇപ്പോൾ നമ്മളൊരു ഒപ്പിട്ടതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒപ്പിട്ടിട്ട് ഈ സാധനം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ദ ആപ്ലിക്കൻറ്റ് ഹാസ് ടു ബി സൈൻ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക്. അതായത് വെള്ള പേപ്പറിൽ നമ്മൾ ബ്ലാക്ക് അക്ഷരത്തിലാണ് നമ്മൾ ഒപ്പിടേണ്ടത്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുന്ന പേന ചിലപ്പോൾ നീല മഷിയാണെങ്കിൽ നമ്മൾ നീല മഷിയിൽ ഒപ്പിട്ടിട്ട് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ വരുത്തും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ, നമ്മുടെ ക്യാപ്പ്, ഹാറ്റ്, ഡാർക്ക് ഗ്ലാസ്, ഇതുപോലത്തുള്ള ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കരുതെന്നാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇന്ന് ഈ ഗ്ലാസ് വെച്ച് വീഡിയോ എടുത്തത്. നിങ്ങൾക്കത് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ JPG ഇപ്പോൾ നിങ്ങൾ ഈവൻ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ അക്ഷയ സെൻറ്ററിലുള്ള പ്രശ്നം വെച്ചാൽ അവർക്ക് ചിലപ്പോൾ മേ ബി അറിയില്ലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഈ പറഞ്ഞ
നോട്ടിഫിക്കേഷനിലുണ്ട് എന്നുള്ളത്. അവർ എത്രയോ ആപ്ലിക്കേഷൻ അയക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടേതും കൂടെ അയക്കുന്നു എന്നുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള നിബന്ധനകളും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോകുന്നത് ബെറ്ററാണ്. ഓക്കെ, പിന്നീട് നമുക്ക് ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ആസ് ഓൾവേസ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റാണ്. സോ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഒരു 1000 രൂപ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫീമെയിൽസിന് ഇത് ഫ്രീ ആണ്, 1000 രൂപ കൊടുക്കേണ്ട കാര്യമില്ല. പെൺകുട്ടികൾക്ക് പൈസ ഫ്രീ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഫ്രീ ആയിട്ട് അവർ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നോട്ടിഫിക്കേഷനകത്ത് അങ്ങനെ പറയേണ്ടതായിട്ടൊന്നും ഇല്ല വലുതായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, സിലബസിനകത്ത് പറഞ്ഞതുപോലെ മാത്സ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ റീസണിങ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ GS എന്നൊരു പറഞ്ഞൊരു പേപ്പർ ഉണ്ടാവും. പിന്നെ പാർട്ട് ബിയിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് പേപ്പർ തന്നെ നിങ്ങൾക്കുണ്ട്. റെയിൽവേ, SSC, ബാങ്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ പറഞ്ഞ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ മാത്സിന് കുറച്ചുകൂടെ ഡിഗ്രി ലെവലും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് ഈസി ആയിട്ട് കയറി പറ്റാൻ പറ്റും. 309 വേക്കൻസി ഉണ്ട്. അത്യാവശ്യം നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ ചിലപ്പം കിട്ടാൻ പറ്റും. എന്തായാലും എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അപ്ലൈ ചെയ്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ സജഷൻ. സോ ഇതുപോലത്തുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്, അതായത് നോട്ടിഫിക്കേഷൻ്റെ ആയാലും ഇനി SSC, ബാങ്ക്, റെയിൽവേ പോലുള്ള ഏത് കോമ്പറ്റീവ് എക്സാംസിൻ്റെ അപ്ഡേറ്റ്സിനായാലും ശരി തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അനന്തു, താങ്ക് യു സോ മച്ച്.